KSRTCയിൽ സ്വകാര്യവൽക്കരണത്തിന്റെ സൂചന നൽകി UDF സർക്കാർ. ഉത്സവകാല സീസണുകളിൽ വെറ്റ് ലീസ് അടിസ്ഥാനത്തിൽ ബസ്സുകൾ വാടകയ്ക്കെടുക്കാൻ നീക്കം. നോൺ AC വിഭാഗത്തിൽ 600 ബസ്സുകൾക്കും AC സീറ്റർ കം സ്ലീപ്പർ വിഭാഗത്തിൽ 63 ബസ്സുകൾക്കുമായി ടെൻഡർ നടപടികൾ ആരംഭിച്ചു. ബസ്സുകളുടെ ക്ഷാമം ഉന്നയിച്ച് നടപ്പാക്കാൻ ശ്രമിക്കുന്നത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് സാമ്പത്തിക നഷ്ടമുണ്ടായതോടെ ഉപേക്ഷിച്ച പദ്ധതി. ന്യൂസ് മലയാളം ബിഗസ്റ്റ്. സംസ്ഥാനത്താകെ KSRTCക്ക് ഏകദേശം 5300-ലധികം ബസ്സുകൾ ഉണ്ടെന്നാണ് KSRTCയുടെ ഔദ്യോഗിക കണക്ക്. എന്നാൽ ഇതിൽ 1917 ബസ്സുകളും ഈ സെപ്റ്റംബർ മാസത്തോടെ അതിന്റെ ഫിറ്റ്നസ് കാലാവധി അവസാനിക്കും. നേരത്തെ 2 തവണ കേന്ദ്ര നിയമത്തിൽ ഇളവ് തേടിക്കൊണ്ടാണ് ഈ ബസ്സുകളുടെ എല്ലാം തന്നെ ഫിറ്റ്നസ് പുതുക്കിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ വീണ്ടും അത്തരം ഒരു സാഹചര്യത്തിലേക്ക് കടക്കാൻ കഴിയുകയില്ല. ഇത് സംബന്ധിച്ച് ഇനിയും ബസ്സുകൾക്ക് ഫിറ്റ്നസ് പുതുക്കി നൽകാൻ കഴിയില്ല എന്ന് കാണിച്ചുകൊണ്ട് തന്നെ കേന്ദ്ര മന്ത്രാലയം ഗതാഗത വകുപ്പ് സെക്രട്ടറിക്ക് തന്നെ കത്ത് നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അങ്ങനെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പിണറായി വിജയൻ ഉപേക്ഷിച്ചൊരു പദ്ധതിയുമായിട്ട് മുന്നിലേക്ക് പോകാനായിട്ട് നമ്മുടെ പൂക്കികളുടെ മുഖ്യനും എല്ലാ ആളുകളും നേതാക്കന്മാരും ഒക്കെ രംഗത്തേക്ക് വരുന്നതിൻ്റെ ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. KSRTCയിലും സ്വകാര്യവൽക്കരണം ഉണ്ടാവാൻ പോകുന്നു. സ്വാഭാവികമാണല്ലോ, അങ്ങനെയേ വരൂ, അങ്ങനെയേ ചെയ്യൂ. നമുക്കെല്ലാവർക്കും അറിയാമായിരുന്നു. ഇതൊരു KSRTCയുടെ കാര്യത്തിൽ മാത്രമല്ല, മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഇതിനെപ്പറ്റി കൃത്യമായിട്ട് ബോധ്യമുണ്ടായിരുന്നു. ഇതാണോ ഇടതുപക്ഷ സർക്കാർ ഇവിടെ നിന്ന് പോയ സമയത്ത്, വലതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്ന് പ്രിയദർശിനി സൗജന്യ യാത്ര കൊണ്ടുവന്ന സമയത്ത് സ്വകാര്യ ബസ് ജീവനക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ ചില പദ്ധതികൾ ഞങ്ങളിങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്, അതിനെപ്പറ്റി പഠിച്ചിട്ട് ഞങ്ങളത് പുറത്തിറക്കും, അല്ലെ പുറപ്പെടുവിപ്പിക്കും എന്നൊക്കെ പറഞ്ഞത് ഏകദേശം അതുമായിട്ടൊക്കെ ഇങ്ങനെ വരുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. KSRTCയുടെ പല ബസ്സുകളും കട്ടപ്പുറത്തേക്ക് കയറാനായിട്ട് പോകുന്നു. ഇതൊന്നും പിണറായി വിജയൻ്റെ കുഴപ്പം കൊണ്ടാണെന്ന് ആരും പറയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബസ്സുകൾക്ക് കാലപ്പഴക്കമുണ്ടായിരുന്നു. എന്നാൽ ആ കാലപ്പഴക്കങ്ങളെയെല്ലാം ഈ സ്പെഷ്യൽ അപ്രൂവൽ എടുത്ത് കേന്ദ്രവുമായിട്ട് സംസാരിച്ച് അതിൻ്റെ അപ്രൂവലും എടുത്തുകൊണ്ട് ആ ബസ്സുകളെല്ലാം നിരത്തിലിറക്കുന്ന രീതിയിലായിരുന്നു പിണറായി സർക്കാരിൻ്റെ കാലത്ത് അവർ കാര്യങ്ങൾ ചെയ്തിരുന്നത്. എന്നാൽ സ്വന്തം സഹോദരിയുടെ മക്കളായിട്ടുള്ള BJPക്കും അതേപോലെ തന്നെ UDFനും ഈ കാര്യങ്ങളിലൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ആ ബസ്സുകൾ നിരത്തിലിറക്കാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ സ്വകാര്യ ബസ്സുകൾ അല്ലെങ്കിൽ സ്വകാര്യ മേഖലയുമായിട്ട് ഇവർ ബന്ധപ്പെടുത്തി ചില കാര്യങ്ങൾ, ചില ട്രാവൽ അങ്ങനെയുള്ള പോളിസികൾ പരിഷ്കരിക്കുന്ന രീതിയിലേക്കൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് മാത്രമല്ല, വേറൊരു വീഡിയോ കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എല്ലാം പിണറായിമയമാണ്. എല്ലാം പിണറായിയുടെ ഒരു കഴിവുകേട് കൊണ്ടും പിടിപ്പുകേട് കൊണ്ടുമാണ് കേരളത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്. എന്താണ് ഉണ്ടാവുന്നത്? PM ശ്രീയിൽ ഒപ്പിട്ടത് പിണറായി വിജയനാണ്. അത് നമുക്ക് നടപ്പിലാക്കിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വന്ന പൂക്കികളെ നമ്മൾ കണ്ടു. എന്നാൽ അതിനുശേഷം വഖഫിൻ്റെ ആ ഒരു ഭേദഗതി ബില്ല്, അതും പിണറായി വിജയൻ ഒപ്പിട്ടതാണ്. അതും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം, അല്ല അതിൻ്റെ പല കാര്യങ്ങളും പിണറായി വിജയൻ്റെ ഒരു കഴിവുകേടാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പവർ കട്ട്. നമ്മുടെ കേരളത്തിൽ ഇന്നിപ്പോൾ പവർ കട്ട് തിരികെ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷമില്ലാത്ത സാധനം ഇന്ന് അധികാരത്തിൽ വന്ന് 2 മാസം തികയ്ക്കുന്നതിന് മുൻപ് തന്നെ വന്നുകൊണ്ടേയിരിക്കണം. ആദ്യത്തെ മാസം തന്നെ തുടങ്ങി. അപ്പോൾ അതും പിണറായി വിജയൻ്റെ കുഴപ്പമാണ്. പിന്നെ ഡാമുകളിലൊക്കെ വെള്ളമില്ല. ആ വെള്ളമില്ലാത്തതും പിണറായി വിജയൻ്റെ കുഴപ്പം തന്നെയാണ്. അതായത് പിണറായി വിജയൻ കുടിച്ച് പറ്റിച്ചിട്ടാണല്ലോ ഇവിടുന്ന് പോയത്. ഈ പൊതുഖജനാവ് കാലിയാക്കി പൂച്ച പറ്റി കിടക്കുന്ന പൊതുഖജനാവ് കൊടുത്തു. അതും പോരാഞ്ഞിട്ട് നമ്മുടെ ഡാമുകളിലെ വെള്ളമെല്ലാം കുടിച്ച് പറ്റിച്ചു. എന്താ പിണറായി സഖാവേ ചെയ്തത്? മോശമല്ല നിങ്ങൾ ചെയ്തത്. അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കുറച്ച് വെക്കണ്ടേ? വൃത്തികെട്ട പരിപാടി. ഇതിന് കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞാപ്പ എന്താ പറയുന്നത് കേട്ട് നോക്കാം. അത് ആ പ്രചരണം വെറുതെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ഇവിടെ ലീഗോ കോൺഗ്രസോ അല്ലെങ്കിൽ UDF ആരും തന്നെ ഒരു നയ വ്യത്യാസം ഒക്കെ ബോർഡിൽ സഹോദര സമുദായങ്ങളുടെ പ്രാതിനിധ്യം സംബന്ധിച്ച് പാർലമെന്റിലും പുറത്തുവിടുത്ത ആ സമീപത്തിന് എതിരായ ഒരു സ്റ്റാൻഡ് നയപരമായി ആരും എടുത്തിട്ടില്ല. പിന്നെ കോടതിയിലുണ്ടായ സംഭവവികാസങ്ങളാണ് അത് ബന്ധപ്പെട്ടവര് വിശദീകരിച്ചത്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം, ഇപ്പോൾ സുപ്രീം കോടതിയിലെ ഒരു കേസ് ഇപ്പോൾ ഒക്കെ ബോർഡിന്റെ ഇപ്പോഴത്തെ അംഗങ്ങളെ ഭാഗത്ത് വന്നിട്ടുണ്ടല്ലോ, അവരും അതേ അല്ല ഇതിലെ ഒരു 10 മിനിറ്റ് കൊണ്ട് വെറും 10 മിനിറ്റ് കൊണ്ട് ഞാൻ ഈ വഖഫ് ബില്ലിന് ഒരു പ്രത്യേക തീരുമാനം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞൊരു പൂക്കി CM നമുക്കുണ്ട്, ഇപ്പോഴും ഉണ്ട്. അദ്ദേഹം 10 മിനിറ്റ് കൊണ്ട് പരിഹരിച്ചൊരു ബില്ലാണ് ഈ വഖഫിൻ്റെ ഭേദഗതി ബില്ല്. അതെന്തായി? എന്നിട്ട് ആ ഭേദഗതി, ആ ഒരു ബില്ല് പരിഷ്കരിച്ചിട്ട് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ തീരുമാനം എടുത്തിട്ട് എന്തായി കുഞ്ഞാപ്പേ? വല്ലതും ഉണ്ടോ? അതോ ഈ 10 മിനിറ്റ് കൂടുതൽ വേണ്ടി വരുമോ? ഇനി 5 വർഷം വേണ്ടി വരുമോ? അതിനോടൊന്ന് ഉത്തരം പറഞ്ഞാൽ കൊള്ളാം കേട്ടോ. ബാക്കിയിട്ട് നോക്കാം. നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോ ഇതില് ഗവൺമെന്റിന്റെ സ്റ്റാൻഡും അതുപോലെ തന്നെ ഞങ്ങളുടെ സ്റ്റാൻഡും എന്ന് പറയുന്നത് അത് സംബന്ധിച്ചുള്ള തീരുമാനം ഒക്കെ ബോർഡ് സംബന്ധിച്ചുള്ള തീരുമാനം വരുമ്പോഴേ അറിയുള്ളൂ. ആ തീരുമാനം എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ കൂടി ചർച്ച ചെയ്ത് പിന്നീട് എടുക്കുന്ന തീരുമാനമാണ്. നയപരമായി
നേരത്തെയുള്ള നിലപാടിൽ അണിയുടെ മാറ്റമില്ല. ബാക്കിയൊക്കെ കോടതിയിലുണ്ടാകുന്ന ഓരോ ചോദ്യങ്ങൾക്കനുസരിച്ചൊക്കെ വരുന്ന ഡിബേറ്റ് മാത്രമാണ്. ഹൈക്കോടതി വെച്ച് അവർ പ്രചരിപ്പിക്കുന്നു, വേണമെങ്കിൽ ഇപ്പുറത്തുള്ളവർക്ക് സുപ്രീം കോടതിയിൽ അവർ പറഞ്ഞത് വെച്ചും പ്രചരിപ്പിക്കാം. അതൊക്കെ കേവലം പ്രചരണം മാത്രമാണ്. അന്തിമമായി കേരള ഗവൺമെന്റ് ഈ കാര്യത്തിൽ എന്ത് ചെയ്യണം എന്നുള്ളത് സമയമാകുമ്പോൾ നിങ്ങളോട് പറയാം. അപ്പോഴേ ഈ കാര്യം സംബന്ധിച്ച് അഭിപ്രായം പറയണം. മുഖ്യമന്ത്രി പച്ചക്കള്ളം അതുകൊണ്ടാണോ ഇത്തവണ കേന്ദ്രയിലായാലും ഭക്തവിഷയത്തിലായാലും ഒക്കെ കൈവിട്ട ന്യൂനപക്ഷ വോട്ടുകൾ തിരിച്ചുപിടിക്കാൻ പൊളിറ്റിക്കൽ ശ്രമമാണോ? ഈ ഒരു ഗവൺമെന്റിന്റെ പ്രാരംഭഘട്ടത്തിൽ ഒന്നും പറയാനില്ലാത്തത് കൊണ്ട് അവര് തന്നെ ചെയ്തു വെച്ച കാര്യങ്ങൾ ഞങ്ങളുടെ തലക്ക് വെക്കുന്നേ ഉള്ളൂ, അല്ലാതെ ഒന്നുമില്ല. PMC ഒക്കെ അവര് ചെയ്തു വെച്ച കാര്യങ്ങളാണ്. പണവും വാങ്ങി പോയിട്ട് അവസാനം അതിന്റെ പിതൃത്വം ഞങ്ങളുടെ തലയിൽ വെക്കാൻ വേണ്ടി നോക്കുകയാണ്. അതൊന്നും ഈ നാട്ടുകാർക്ക് അറിയാം നല്ലോണം. അതുപോലെ തന്നെ ഈ വഖഫ് ബോർഡ് വിഷയത്തിലും അങ്ങനെ തന്നെ. സുപ്രീം കോടതിയിൽ അവർ പോയി പറഞ്ഞ എന്താ നോക്കിയാൽ മതി. അപ്പോ ഇതൊക്കെ ഇവർ കുഞ്ഞാലിമോനെ, നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാനുള്ള കഴിവില്ലെങ്കിൽ നിങ്ങൾ മറ്റൊരാളുടെ തലയിലേക്ക് എന്തിനാണ് കൊണ്ടുവെക്കുന്നത്? പിണറായി വിജയൻ ഇത് ചെയ്തു വെച്ചിട്ട് പോയെങ്കിൽ അത് നിർത്തലാക്കാനുള്ളൊരു കഴിവ് നിങ്ങൾക്കില്ലേ? ഇല്ലല്ലേ? അതുകൊണ്ടാണല്ലേ വീണ്ടും വീണ്ടും എല്ലാം പിണറായിയുടെ തലയിലേക്ക് കൊണ്ടുവെക്കാൻ പോകുന്നത്. അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാനുള്ളൊരു ധൈര്യം അല്ലെങ്കിൽ ഒരു ആർജവം എന്തുകൊണ്ട് നിങ്ങൾക്കില്ല? നിങ്ങൾ അവരുടെ തലയിലേക്ക് എല്ലാം കൊണ്ടുവെക്കാനാണെങ്കിൽ നിങ്ങൾ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നൊരു കാര്യം ഈ അധികാരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു ഭരണം എന്ന് പറയുന്നത് പിണറായി വിജയന് കൊടുക്കുന്നതായിരുന്നു. ഇങ്ങനെ കൊടുത്തിട്ട് ഞങ്ങൾ കൊടുത്ത ഭരണമാണ് പിണറായി വിജയന്, അതുകൊണ്ട് പിണറായി വിജയൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, അല്ലെ അങ്ങനെ അതുകൊണ്ടാണ് പിണറായി വിജയൻ ഇങ്ങനെ ചെയ്യുന്നത്, അങ്ങനെ പറയുകയാണെങ്കിൽ പിന്നെയും കുറച്ചുകൂടെ അന്തസ്സുണ്ട്. ഇത് ചുമ്മാ അധികാരത്തിൽ കയറിയതേ എന്ത് കൊള്ളരുതായ്മ കാണിച്ചാലും ഇതെല്ലാം പിണറായി വിജയൻ കാരണമാണെന്നും പിണറായി സർക്കാർ ഇരിക്കുന്ന സമയത്ത് ഉണ്ടായതാണെന്നും പറയുന്ന ഒരു ഇവരുടെ ഇങ്ങനെ പ്രത്യേക ഒരു താല്പര്യം, ഇതെങ്ങനെ ഉണ്ടായതാണെന്നും എവിടെ നിന്നുണ്ടായതാണെന്നും എത്ര ചിന്തിച്ചിട്ടും എനിക്കങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഏതൊരു വിഷയമായിക്കോട്ടെ, KSRTCയിൽ ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് പിണറായി വിജയൻ്റെ കുഴപ്പം കൊണ്ടാണ്. ഈ KSRTC ബസ്സുകൾ കട്ടപ്പുറത്താവാൻ പോവുകയാണെങ്കിൽ അതും പിണറായി വിജയൻ്റെ കുഴപ്പം കൊണ്ടാണ്. മറ്റെന്ത് വിഷയങ്ങളുണ്ടായാലും എല്ലാം പിണറായി വിജയൻ മാത്രം, പിണറായി വിജയൻ കാരണം ഉണ്ടായ കാര്യങ്ങൾ മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഇവന്മാരെ പോലെയുള്ള അടിമകളുടെയൊക്കെ ഒരു അവസ്ഥ, ഇതൊക്കെ വിശ്വസിക്കുന്ന കുറേ അധികം മണ്ടന്മാരായിട്ടുള്ള അടിമകൾ കേരളത്തിലുണ്ടെന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയുണ്ടെന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞ് എന്തൊരവസ്ഥയാണ്. എന്ത് കണ്ടാലും എന്ത് ചെയ്താലും ന്യായീകരിക്കുന്ന ന്യായീകരണ തൊഴിലാളികൾ ഇതിനെയും ന്യായീകരിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്തായാലും KSRTC പ്രിയദർശിനി സൗജന്യ യാത്ര കൊടുത്തിട്ട് ഇടയ്ക്കും മുറയ്ക്കും വന്ന് അതും ഇതുമൊക്കെ വിളിച്ച് പറയും. അതായത് പ്രിയദർശിനി വലിയ ലാഭമാണ്, വൻ വിജയമാണ്. ഇടയ്ക്ക് പറയും പ്രിയദർശിനി ബസ് വൻ നഷ്ടത്തിലാണ്, എല്ലാവരും മറ്റുള്ള കാര്യങ്ങളൊക്കെ സമീപനം പാലിക്കണം, സ്വകാര്യ ബസ്സുകളിലൊക്കെ പോകണം, അല്ലെങ്കിൽ നിങ്ങൾ ടിക്കറ്റ് എടുത്തൊക്കെ പോകണം എന്നൊക്കെ പറയുന്ന ചില മെഴുകിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ KSRTC വൻ നഷ്ടത്തിലാണെന്നും KSRTCയുടെ നഷ്ടം തികയ്ക്കാൻ വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ പൊതുകടം എടുക്കുന്നുവെന്നും 17,400 കോടി രൂപയോളം പൊതുകടം എടുത്തതായിട്ടും ഒക്കെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പിണറായി വിജയൻ്റെ ധൂർത്തെന്ന് പറഞ്ഞ ആളുകൾ ഇന്ന് പൊതുകടം ഈ സാമാനം എടുത്തെടുത്ത് മുടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിനെ. ഒരു സൈഡിൽ കൂടി കേരളത്തിനെ വിൽക്കാനായിട്ടുള്ള പരിപാടികൾ നടക്കുന്നു, കേരളത്തിലെ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പണം പിഴിയാൻ വേണ്ടിയിട്ട് പൊതുകടം എടുത്ത് സ്വന്തം കീശ വെറുപ്പിക്കാനായിട്ടുള്ളൊരു പരിപാടിയും നടക്കുന്നു. എല്ലാം സുതാര്യമാവണം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? എല്ലാം സുതാര്യമായിരിക്കണം, ഏതൊരു സർക്കാർ പ്രവർത്തനമായിക്കോട്ടെ മറ്റെന്തുമായിക്കോട്ടെ. എന്നാൽ ഇന്ന് ഈ ഭരണത്തിലിരിക്കുന്ന ആളുകളുടെ ഈ ഒരു പ്രവർത്തനത്തിൽ എന്ത് സുതാര്യമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത്? ഒന്നും ട്രാൻസ്പെറൻ്റ് അല്ല, ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്തൊക്കെയോ ചെയ്യുന്നു, എവിടെയൊക്കെയോ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതിനു വേണ്ടി കടമെടുക്കുന്നതായിട്ട് മാത്രം നമ്മൾ കാണുന്നുണ്ട്, എന്നാൽ അതിനു വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നതായിട്ട് കാണുന്നുമില്ല. എന്തൊക്കെ അവസ്ഥയാണ്. പടക്കം പൊട്ടിച്ച കുറേ ഈ പ്രൈവറ്റ് ബസ്സിലെ മാന്യന്മാരുണ്ടായിരുന്നു, പൊങ്കാല വെച്ച് ആഘോഷിച്ച കുറേ ഈ KSRTCയിലെ ഉദ്യോഗസ്ഥരും സർക്കാർ ഉദ്യോഗസ്ഥരും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അവരൊക്കെ ഇന്ന് കരയുന്നൊരവസ്ഥയിൽ നിന്ന് മാറിയിട്ട് വേറൊരവസ്ഥയിലേക്ക് ചിരിക്കാനായിട്ട് അവരെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതൊരു വളരെയധികം ഒരു വസ്തുതാപരമായ കാര്യമാണ്. ഇനിയിപ്പോൾ ഈ KSRTC ബസ്സുകൾ കട്ടപ്പുറത്തേക്കാവുമ്പോൾ എത്ര പേരുടെ ജോലി നഷ്ടമാവും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയമില്ല. അവർക്ക് വേറെ എന്തെങ്കിലും സർവീസിൽ പോകാമായിരിക്കും, പക്ഷേ താൽക്കാലിക ജീവനക്കാർ പെട്ടുപോകുന്നുള്ളൊരവസ്ഥ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാഴ്ച നമുക്ക് ഇനിയും കാണേണ്ടതായിട്ട് വരും. എന്തായാലും സ്വകാര്യ മേഖലയെ ഉയർത്തിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ എല്ലാം വിറ്റാലും കുഴപ്പമില്ല, അവിടെ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് മാത്രം മതി, അത് കണക്കിൽപ്പെടാത്ത പണമാണെങ്കിൽ ഞങ്ങൾക്കത് സൂക്ഷിക്കാമെന്ന് പറയുന്നൊരു ചിന്താഗതിയാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും പൂക്കികളുടെ മഹാവിസ്മയങ്ങൾ ഇനിയും തുടരും.